എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ കോങ്ങിനെ പറ്റി ഒരു വിവരവുമില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവൾ ക്ലാസ്സിലേക്ക് എത്തിയിട്ടുമില്ല. കഴിഞ്ഞ ദിവസമാട്ടെ താനും അവളും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതൊക്കെ കണ്ട് കലിപ്പായി കോങ്ങിന്റെ അമ്മ അവളെ പിടിച്ചോണ്ട് പോയത് വരെ ഓമിന് അറിയുള്ളൂ. ശേഷം കോങ്ങിന് എന്ത് സംഭവിച്ചെന്ന് അറിയാത്ത അവൻ ടെൻഷനിലെ വേഗം തന്നെ ലൂക്കിന് ഈ കാര്യം അറിയിക്കുന്നുണ്ട്. അങ്ങനെ ലൂക്ക് വേഗം തന്നെ കോങ്ങിന്റെ വീട്ടിലേക്ക് പോകാനായി റെഡി ആവുന്നു. മുന്നത്തെ കണക്ക് തന്നെ ലൂക്കിന്റെ വീടിന്റെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് ഇന്ന് നിന്റെ പുറകെ നടന്നു കളയാൻ തീരെ സമയമില്ല, ഞാനൊരു അർജന്റ് കാര്യത്തിന് പോവാണെന്ന് പറയുമ്പോൾ നീ എവിടെ പോയാലും ഞാനും കൂടെ വരും, എനിക്ക് വേറെ പണിയൊന്നുമില്ല, ബോറടിച്ചിരിക്കുകയാണെന്ന് സേ പറയുമ്പോ നീ ഇത്തവണ എന്റെ കൂടെ വരണ്ട, ഞാൻ പോകുന്നത് കോങ്ങിന്റെ വീട്ടിലേക്കാണ്, നീ വേറെ എവിടെയെങ്കിലും പോകുന്നു പറഞ്ഞു ലൂക്ക് പോകുമ്പോഴേക്കും സേ അവർക്ക് പോകാൻ വേറെ ഇടയില്ലാത്തതുകൊണ്ട് എന്നാ ശരി, കഴിഞ്ഞ ദിവസം ഫ്ലൂവിന്റെ വീട്ടിൽ പോയി അവന്റെ മുത്തശ്ശിനെയും പരിചയപ്പെട്ടിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ പോകാന്ന് കരുതി അങ്ങനെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അങ്ങനെ കോങ്ങിന്റെ വീട്ടിലേക്ക് ലൂക്ക് എത്തുന്നുണ്ട്. ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോയില്ല, അതുകൊണ്ട് വീട്ടിൽ ഇരുന്നും ബോറടിച്ചപ്പോ കോങ്ങിനെ കാണാന്ന് വിചാരിച്ചെന്നും പറഞ്ഞു നേരെ കോങ്ങിന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ കോങ്ങിനോട് ചുമ്മാ കാഷ്വലായി സംസാരിച്ച് പിന്നെ തനിയെ മുറിയിലേക്ക് പോയിരുന്ന എല്ലാ കാര്യങ്ങളും അവരെ ഡിസ്കസ് ചെയ്യുന്നു. നടന്ന കാര്യങ്ങളൊക്കെ പറയുന്ന കോങ്ങാകട്ടെ, അമ്മ എന്റെ ഫോൺ മേടിച്ചു വെച്ചു, എന്നെ ക്ലാസ്സിൽ വിടുന്നില്ല, ഈ നാട് വിട്ട് തന്നെ പോകാന്നാ അമ്മ പറയുന്നത്, എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താമെന്ന് ലൂക്ക് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മുടെ കോങ്ങിന്റെ അച്ഛൻ കോങ്ങിന്റെയും മോമിന്റെയും ഒക്കെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ചാർലി എന്ന ഒരു പയ്യന്റെ വീട്ടിലാണ് ഡ്രൈവറായി പോകുന്നത്. ഈ ചാർലിക്ക് മുന്നേ മായി ചെയ്തിരുന്ന കണക്ക് ലഹരി കച്ചവടം ഒക്കെ നൈസായിട്ടുണ്ട്. എന്തായാലും അതൊന്നും കോങ്ങിന്റെ അച്ഛൻ അറിയില്ല, ആളൊരു ജോലി അന്വേഷിച്ച് അവിടെ അങ്ങനെ എത്തിപ്പെട്ടതാണ്. എന്തായാലും അവരുടെ ഒരു വണ്ടി ഇപ്പൊ കോങ്ങിന്റെ അച്ഛൻ ഓടിച്ചോണ്ട് പോകുന്ന സമയം ഒരു പോലീസ് തടയുന്നുണ്ട്. തുടർന്ന് വാഹന പരിശോധന നടത്തുമ്പോൾ ഈ പോലീസുകാർ തന്നെ അതില് ലഹരി വെച്ച് അത് കണ്ടെത്തി കോങ്ങിന്റെ അച്ഛൻ കച്ചവടത്തിനായി ലഹരി വണ്ടിയിൽ കൊണ്ടുപോയി എന്ന ഒരു രീതിക്ക് ആൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഈ പോലീസുകാർ കോങ്ങിന്റെ അമ്മ ജോലി ചെയ്യുന്ന ആ ഒരു ലഹരി സംഘ തലവന്റെ മകനാണ്. ഇവർക്ക് എതിരായി മറ്റൊരു ഗ്യാങ്, അതായത് ആ ഒരു ചാർലി എന്ന വിദ്യാർത്ഥി ഇവർക്കെതിരെ നിന്ന് ലഹരി കച്ചവടം നടത്തുന്നു, അത് ഇവരുടെ കച്ചവടത്തെ ബാധിക്കുന്നു എന്ന രീതിക്കാണ് ഈ പോലീസുകാരൻ ആളുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് അച്ഛന്റെ ലഹരി കച്ചവടത്തിന് കുട പിടിക്കാനായി ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും അച്ഛൻ ഇപ്പൊ ലഹരി കച്ചവടത്തിന്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്നു. മനസ്സറിയാതെ ആ പാവം അങ്ങനെ ഒരു പ്രശ്നത്തിലായിരിക്കുന്നു. ഈ ഒരു കാര്യം കോങ്ങിന്റെ അമ്മ അറിയുമ്പോൾ ആകെ ടെൻഷനിലാവുന്നുണ്ട്. വേഗം തന്നെ കോങ്ങിന്റെയും ലുക്കിന്റെ അടുത്ത് എന്ന മോളെ ഞാനൊന്ന് അത്യാവശ്യത്തിന് പുറത്തു പോവാ, സേഫ് ആയിട്ടിരിക്കുക, ലുക്ക് നീ ഇവളെ നോക്കണേന്ന് പറഞ്ഞ് ലുക്കിനെ കോങ്ങിനെ ഏൽപ്പിച്ച് ഇവരോട് കാര്യമൊന്നും പറയാതെ അമ്മ വേഗം പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ചാർലിയെ കൊടുക്കാനായി ചാർലിയുടെ ഡ്രൈവറിനെ ഇപ്പൊ കൈവശം വെച്ചിരിക്കുകയാണ് ആ പോലീസുകാർ. ഈ സമയം അവിടേക്ക് എത്തുന്ന കോങ്ങിന്റെ അമ്മ തന്റെ ഹസ്ബൻഡ് അങ്ങനെ ലഹരി മരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരാളല്ലെന്നും കള്ളക്കേസിൽ അദ്ദേഹത്തെ കൊടുക്കാതെ വെറുതെ വിടണമെന്നും ആവശ്യപ്പെടുന്നു. ഈ പോലീസുകാരൻ താൻ ജോലി ചെയ്യുന്നിടത്തെ മുതലാളിയുടെ മകനാണെന്നും ഇവനും അച്ഛനെ പോലെ ആളൊരു പെശകാണെന്നും മുന്നേ ഒരു കൊലപാതകം നേരിട്ട് കണ്ട സമയത്ത് ഈ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം ഇവന്റെ അച്ഛനും ഇവനും ഒക്കെ കൂടി ചേർന്നാണ് ആ കൊലയെന്ന് നടത്തിയത്. അതിന്റെ തെളിവും വീഡിയോയും അമ്മയുടെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എന്റെ ഹസ്ബൻഡിനെ വെറുതെ വിട്ടില്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിന്റെ വീഡിയോ ഞാൻ ലീക്ക് ആക്കുമെന്ന് കോങ്ങിന്റെ അമ്മ ഭീഷണിപ്പെടുത്തി. ഒടുക്കം ആ പോലീസുകാരന് കള്ളക്കേസിൽ കൊടുക്കാനായി നോക്കിയതൊക്കെ മാറ്റിവെച്ച് കോങ്ങിന്റെ അച്ഛനെ വിട്ടയക്കേണ്ടി വരുന്നു. എന്നിരുന്നാലും ചാർലിയെ കൊടുക്കാനായിട്ടാണ് കോങ്ങിന്റെ അച്ഛനെ ആദ്യം പിടിച്ചതെങ്കിൽ ഇപ്പൊ ഈ ഒരു വീഡിയോ ഇവരുടെ കയ്യിലുണ്ടെന്ന് കണ്ടപാടെ ഇവരെ ഒതുക്കിയിട്ട് ചാർലിയുടെ കാര്യം നോക്കാമെന്ന ഒരു രീതിക്ക് പോലീസുകാരൻ എത്തുന്നുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് എന്തുകൊണ്ടാണ് താൻ നാട് വിട്ടു പോകാന്ന് പറയുന്നതെന്നൊക്കെ അമ്മ അച്ഛനോട് പറയുന്നത്. അച്ഛനും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ ഒരു പോലീസുകാരനെ പോലും ഭീഷണിപ്പെടുത്താൻ മാത്രം അവരുടെ എന്തോ ഒരു രഹസ്യം അമ്മയ്ക്ക് അറിയാലോ. അപ്പോൾ ആ ഒരു രഹസ്യം ഇവിടെ നിന്നാൽ ഇവരുടെ ജീവൻ എടുക്കാൻ ശേഷിയുള്ള ഒന്നായി മാറുമെന്ന് മനസ്സിലാക്കുന്ന അച്ഛൻ എല്ലാവരുടെയും സേഫ്റ്റി കണക്കാക്കി നാട് വിടാമെന്ന് തന്നെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തി കോങ്ങിനോട് നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാണെന്ന കാര്യം അച്ഛനും അമ്മയും കൂടി പറയുമ്പോൾ കോങ്ങിന് ആകെ ടെൻഷൻ. അമ്മ നാട് വിടാമെന്ന് പറഞ്ഞപ്പോ പോലും സപ്പോർട്ട് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കാമെന്ന രീതിക്ക് പറഞ്ഞിരുന്ന അച്ഛൻ ഇപ്പൊ ഇത് എന്ത് പറ്റിയെന്ന് അവൾക്ക് അറിയില്ലല്ലോ. അവൾക്ക് അച്ഛൻ കള്ളക്കേസിൽ കുടുങ്ങിയ കാര്യമോ അമ്മ ഇറക്കാൻ പോയ കാര്യമോ ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ വാക്ക് മാറ്റി പറയുമ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അവൾ വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ടെൻഷൻ കയറുന്ന അമ്മ അവളോട് കാര്യങ്ങൾ പറയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കാരണക്കുറ്റി നോക്കി ഒരു അടി കൊടുക്കുന്നുണ്ട് അവളെ ഒന്ന് അടക്കാനായി. അങ്ങനെ ആകെ സങ്കടത്തിലാവുന്ന അവളെ ആ സമയം കൂടെയുള്ള ലൂക്കാണ് സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും കോങ്ങിന്റെ അമ്മ ആ ഒരു കൊലപാതകത്തിന്റെ കാര്യങ്ങളൊക്കെ കണ്ടു. അവരുടെ കയ്യിൽ അതിന്റെ തെളിവുണ്ടെന്ന കാര്യം അയാൾ അറിഞ്ഞിട്ടുണ്ട്. അയാൾ അത് വേഗം തന്നെ തന്റെ അസിസ്റ്റന്റ് ആയ ആ തിയേറ്റർ ഉടമയെ അറിയിക്കുന്നു. ആ തെളിവ് നശിപ്പിക്കാനായി എത്രയും പെട്ടെന്ന് അവളെ കൊല്ലുക തന്നെ വേണം, അതിനുള്ള ഉത്തരവാദിത്തം നിന്നെ ഏൽപ്പിക്കുന്നു എന്നും പറഞ്ഞ് അയാൾ ആ കാര്യങ്ങൾ പറയുമ്പോഴേക്കും ആ തിയേറ്റർ ഉടമ ആകെ ഷോക്കാവുന്നു. കാരണം അയാൾക്ക് ഒരിക്കലും കോങ്ങിന്റെ അമ്മയെ കൊല്ലണമെന്ന് ഒരു ലക്ഷ്യവും ഇല്ല. ഇവിടെ നിന്ന് ജോലി അവസാനിപ്പിച്ച് പോകുന്നൊക്കെ പല തവണ ആവശ്യപ്പെട്ടപ്പോഴും അവർ കേൾക്കാതെ ഇവിടെ നിന്നാണ് ഈ ഒരു അവസ്ഥയിലായത്. ഈ ഒരു സമയത്താണ് അയാൾ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നത്. മായയെ കൊന്നത് ആക്ച്വലി മായയുടെ ഗേൾ ഫ്രണ്ട് അല്ല എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. കാരണം അയാൾ മായയുടെ കൊലപാതകം നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. മായയെ കൊന്നത് ഇയാളുടെ മുതലാളിയുടെ മകനായ ആ പോലീസുകാരനാണ്. അതും ലഹരി കച്ചവടത്തിന്റെ പേരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. മുന്നേ ഞാൻ പറഞ്ഞില്ലേ ചാർലി എന്നൊരു പയ്യന്റെ കാര്യം. ആ ചാർലി മായും സുഹൃത്തുക്കളായിരുന്നല്ലോ. അപ്പോൾ ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട് ആ ചാർലിയൊക്കെ മായ കുറച്ച് ഹെൽപ്പ് ചെയ്തു എന്ന പേരിലാണ് ചാർലിയുടെ എതിർ ഗ്യാങ് ആയി വർക്ക് ചെയ്യുന്ന ഇയാൾ മായയെ കൊല്ലാനായി മുതിർന്നത്. പലതവണ ആ ഒരു തിയേറ്റർ ഉടമ തടയാനായി ശ്രമിച്ചെങ്കിലും മായയുടെ ആകെ കലി പിടിച്ചിരുന്ന ഈ പോലീസുകാരന്റെ മുന്നിലേക്ക് ആ തിയേറ്ററിന്റെ അവിടെ താൻ ലഹരി കച്ചവടമൊക്കെ അവസാനിപ്പിച്ച് തന്റെ ഗേൾഫ്രണ്ടുമായി നാട് വിട്ടു പോവുകയാണെന്ന കാര്യം അവസാനമായി പറഞ്ഞേൽപ്പിക്കാനായി വന്ന
മായി അവിടെ വെച്ച് അയാൾ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. കൂടാതെ ഇതിന്റെ പേരിൽ ഒരിക്കലും ഈ പോലീസുകാരനോ ആളുടെ അച്ഛനോ ഒന്നും പ്രതിയാവാത്ത രീതിയിൽ കാര്യങ്ങൾ മാറ്റിമറിക്കാനും അവർക്ക് വലിയ പാടുണ്ടായില്ല. എന്തായാലും എല്ലാവരും വിചാരിക്കുന്ന കണക്ക് ജയിലില് മായുടെ മരണവുമായി ബന്ധപ്പെട്ട് ശിക്ഷ അനുഭവിച്ചു കഴിയുന്ന കോങ്ങിന്റെ ചേച്ചിയല്ല കൊലപാതകം നടത്തിയതെന്ന് ഇയാൾക്ക് നന്നായി അറിയാലോ. അതിന്റെ ഒരു സിമ്പതിയുടെ പുറത്തും മായോടുള്ള ഇയാളുടെ താല്പര്യം കൊണ്ടും ഒക്കെ ആകാം ഇയാൾ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇപ്പോ വീണ്ടും ആ ഫാമിലിയെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, അതും തന്നെ അത് ഏൽപ്പിച്ചിരിക്കുന്നു എന്നത് അയാളെ സംബന്ധിച്ച് വളരെ ഡിസ്റ്റർബിംഗ് ആയുള്ള ഒരു കാര്യമാണെങ്കിലും അയാൾക്ക് എടുത്തടിച്ചൊന്നും പറയാനേ സാധിക്കില്ല. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും തന്റെ അമ്മയ്ക്ക് അവരുടെ ഒരു സ്ത്രീ സുഹൃത്തുമായി ബന്ധമുണ്ട് എന്ന കാര്യം ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുന്ന ഓം സത്യത്തിൽ അതിന്റെ നല്ല ഷോക്കിലായിരുന്നു. അവൻ അതിനെപ്പറ്റി അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ അത് ആദ്യമേ അറിയാമായിരുന്നു എന്ന് പറയുന്നു. ആദ്യം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുന്നേ അറിയില്ലായിരുന്നു, കല്യാണ ശേഷമാണ് തന്നെ ഒട്ടും താല്പര്യമില്ലാതെയാണ് അവർ കല്യാണം കഴിച്ചതെന്നും അവർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം അവരുടെ സുഹൃത്തിനായിരുന്നു. പക്ഷെ സാഹചര്യം മൂലം തന്നെ കല്യാണം കഴിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവർ വന്നതാണെന്ന കാര്യങ്ങളും ഈ അച്ഛൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും അവർക്ക് ഓം ഉണ്ടായിപ്പോയി. എന്തായാലും പിന്നീട് ഓമിന്റെ കാര്യം ഓർത്ത് ഞാനെല്ലാം അറിഞ്ഞിട്ടും എന്റെ കൂടെ തന്നെ നിൽക്കുകയായിരുന്നു നിന്റെ അമ്മ, നിന്നെ ഓർത്താണ് അവൾ ഇത്രയും ദൂരം മുന്നോട്ട് വന്നത്. അതുകൊണ്ട് നീ ഒരിക്കലും അവളെ ഈ കാര്യത്തിന്റെ പേരിൽ വെറുക്കാൻ പാടില്ല, അവൾ നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, അത് നീ എന്നും ഓർക്കണമെന്നെല്ലാം അച്ഛൻ പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോഴേക്കും ലൂക്ക് അങ്ങോട്ടേക്ക് എത്തി കോങ്ങിന്റെ ഫാമിലി നാട് വിടാൻ തീരുമാനിച്ച കാര്യം അവനെ അറിയിക്കുമ്പോൾ അവൻ ആകെ ടെൻഷൻ ആവുന്നു. ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ലഹരി കച്ചവടം നടത്തുന്ന ചാർലി അവന്റെ അമ്മയോട് സംസാരിക്കുകയാണ്. അമ്മയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ഈ കച്ചവടം നടത്തുന്നത്. നമ്മുടെ ഡ്രൈവറിനെ ആ പോലീസ് പിടിച്ചിട്ടുണ്ട്, ആളുടെ കയ്യിൽ ലഹരി ഉണ്ടെന്ന് വരുത്തി തീർത്ത് കള്ളക്കേസിൽ കുടുക്കി അയാൾ വഴി നമ്മുടെ കയ്യിലുള്ള മറ്റു ലഹരിയും കണ്ടെത്താനായിട്ടുള്ള അയാളുടെ നീക്കമായിരുന്നു അത്. എന്തായാലും അവർ നമ്മുടെ അടുത്ത് സെർച്ചിന് വരുന്നതിന് മുന്നേ നമുക്ക് എല്ലാ കാര്യങ്ങളും മാറ്റണം, അതാ നമ്മളിപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഫാമിലിയും അവരുടെ ഫാമിലിയും തമ്മിൽ ഈ ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലെന്നറിയാലോ. അതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് അവർ തന്നെയാ എന്റെ അച്ഛനെ കൊന്നതെന്ന് എനിക്കിപ്പോ തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കില്ല, ഞാൻ ആ പോലീസുകാരനെ നശിപ്പിച്ചിരിക്കും, അവന്റെ അവസാനം കണ്ടിട്ട് ഞാൻ അടങ്ങുന്നെല്ലാം ചാർലി അമ്മയോട് പറയുന്നു. അപ്പോഴേക്കും തന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം കോങ് ഫ്ലൂവിന്റെ കൂടെ റോഡരികിൽ അവളെ കാത്തിരിക്കുന്ന ഓമിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ കണ്ടുമുട്ടുമ്പോ ഈ നടക്കുന്ന കാര്യങ്ങളോർത്ത് ഇവരൊക്കെ ഭയങ്കര സങ്കടത്തിലാണ്. ഈ സമയം ഇനി പിരിയാൻ വയ്യാന്ന രീതിക്കാണ് കോങ്ങിന്റെയും ഓമിന്റെയും നിൽപ്പ്. അവർക്ക് എല്ലാവിധ സപ്പോർട്ടും ഉറപ്പ് വരുത്തിക്കൊണ്ട് അവിടെ ഫ്ലൂവും ലൂക്കും ഉണ്ട്. അങ്ങനെ ഇവർ ശേഷം എന്ത് ചെയ്യാമെന്ന കാര്യം ഡിസ്കസ് ചെയ്യാനായി ഫ്ലൂവിന്റെ സുഹൃത്തായ സോയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് കോങ്ങും ഓമും തനിയെ സംസാരിക്കുമ്പോൾ ഫ്ലൂവിന്റെ അടുത്തേക്ക് അവൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട് ചെല്ലുന്ന ലൂക്കാകട്ടെ അവനിപ്പോ കോങ്ങിനോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല, എനിക്ക് അവളോട് ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ അവൾ എന്നെ അങ്ങനെ കാണുന്നില്ല, അവൾക്ക് ഓമിനോടാണ് സ്നേഹം എന്ന് മനസ്സിലാക്കിയ ശേഷം ഞാൻ ആ രീതിക്ക് അവളെ കണ്ടിട്ടില്ല എന്ന് ഫ്ലൂ പറയുമ്പോൾ ഫ്ലൂവിനോട് തന്റെ മനസ്സിലെ ഇഷ്ടം ലൂക്ക് അവിടെ തുറന്നു പറയുന്നു. പക്ഷെ അവൻ അതിനൊരു പോസിറ്റീവ് റെസ്പോൺസ് നൽകില്ല എന്ന് മനസ്സിൽ ആദ്യമേ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞ് മനസ്സിന്റെ ഭാരം ഒഴിച്ച് അവൻ എന്ത് പറയുന്നു എന്നത് കേൾക്കാൻ നിൽക്കാതെ പതിയെ അവിടെ നിന്ന് പോകാനേ ഒരുങ്ങുമ്പോഴേക്കും അവൻ അവളെ വിടാതെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവനും അവളോട് അവളുടെ ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടാവാം, അതവൻ അവിടെ അവളുടെ മുന്നിൽ വ്യക്തമാക്കുന്നു. അങ്ങനെ നമ്മൾ കോങ്ങിനെയും ഓമിനെയും കാണുമ്പോൾ എങ്ങനെയൊരു പ്രശ്നം സോൾവ് ചെയ്യുന്നവർക്കറിയില്ല. അമ്മയും അച്ഛനെ ധിക്കരിച്ച് ഓമിന്റെ കൂടെ നിൽക്കാനായി കോങ്ങിനെ സാധിക്കില്ല, എന്നാൽ എങ്ങനെ അമ്മയും അച്ഛനെയും ഇവിടെ നിന്ന് പോവണ്ടെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യുമെന്നും അവൾക്കറിയില്ല. അവൾ അതുകൊണ്ട് തന്നെ ഞാൻ പോയാലും മടങ്ങി വരും, പക്ഷെ വരുമ്പോഴേക്കും നീ പണ്ടത്തെ കണക്ക് ചീത്ത കുട്ടി ആവരുത്, ഞാൻ ഇപ്പൊ കണ്ടിട്ട് പോകുന്ന ഓമിനെ കണക്ക് തന്നെ ഉണ്ടാവണമെന്ന്. ഇവർക്കിടയിൽ കുറെ നാള് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ആ രീതിക്ക് വീണ്ടും ഈ ഒരു ഗ്യാപ്പിന് ശേഷം ഇവർ എന്തെങ്കിലും കണ്ടുമുട്ടുമ്പോൾ അവൻ റിയാക്ട് ചെയ്യരുത് എന്ന രീതിക്ക് അവൾ പറയുമ്പോൾ ഒരിക്കലും ഇല്ല എന്ന് അവനും മറുപടി പറയുന്നുണ്ട്. അവൾ പോവരുത് എന്നതാണ് അവന്റെ ആഗ്രഹമെന്നും, എന്നാൽ എന്തെങ്കിലും കാരണവശാൽ പോയിട്ട് വന്ന അവൾ മടങ്ങി വരാനായി കാത്തിരിക്കുന്നെന്നും അവൻ അവിടെ പറയുന്നു. ഇവരിവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഒന്നും അറിയാതെ കോങ്ങിന്റെ അച്ഛനും അമ്മയും സത്യത്തിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവർ മുറിയിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. കോങ്ങിനോട് ഇവർ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. അവൾ ഇവിടെ നിൽക്കണമെന്ന് വാശി പിടിച്ചപ്പോൾ അവളെ ദേഷ്യത്തിൽ അമ്മ അടിക്കുക പോലും ചെയ്തു. ഇപ്പോ അതിൽ സങ്കടം തോന്നുന്ന അമ്മ അച്ഛന്റെ കൂടെ അവളുടെ റൂമിലേക്ക് ചെന്ന് അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വിചാരിച്ച് പോകുന്ന ടൈമാണ് റൂമിൽ അവൾ ഇല്ല എന്ന കാര്യം അവർ മനസ്സിലാക്കുന്നത്. അവൾ ഈ രാത്രി എവിടെ പോയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാവുന്ന ആകെ കലിയിളകുന്ന അമ്മ നേരെ പോകുന്നത് ഓമിന്റെ വീട്ടിലേക്കാണ്. കാരണം അമ്മയ്ക്ക് ഓമിനും കോങ്ങിനും ഇടയിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ. എന്റെ ഇവിടെ നിന്ന് ഓമിനെ അന്വേഷിച്ച് കോങ്ങിന്റെ അമ്മ ഈ സമയത്ത് ഇവിടെ വന്ന് ബഹളം വെക്കുമ്പോൾ ഓമിന്റെ അമ്മയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അവർ ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ മര്യാദയ്ക്ക് നിന്റെ മോൻ പിടിച്ചു വെച്ചേക്കുന്ന എന്റെ മോളെ പറഞ്ഞു വിടും, അവളെ ഇറക്കി വിടെന്നൊക്കെ പറഞ്ഞു കോങ്ങിന്റെ അമ്മ ഷൗട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് കരയുന്ന കണക്കായിരുന്നു ആ സംസാരം. എന്റെ മോളെ ഇങ്ങത്താ, അവളെ എനിക്ക് വേണം, നിന്റെ മോനോട് എന്റെ മോളെ തരാൻ പറയുന്നില്ല ഭയങ്കരമായി കോങ്ങിന്റെ അമ്മ കെഞ്ചുന്നുണ്ട്. അവളെവിടെ ഇല്ലാന്ന് ഓമിന്റെ അമ്മ പറയുമ്പോൾ അവനെ ഒന്ന് വിളിച്ചു ചോദിക്കുകയോ തീർച്ചയായും അവന്റെ കൂടെ തന്നെ കാണും എന്റെ മോള്, ഞങ്ങൾ ആകെ പ്രശ്നത്തിലാ, അവളെ എത്രയും പെട്ടെന്ന് എനിക്ക് കാണണം, ഒന്ന് അവനെ വിളിച്ചു ചോദിച്ച് അവളെ കൊണ്ടുവരാൻ പറയുന്നില്ല കോങ്ങിന്റെ അമ്മ റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഓമിന്റെ അമ്മ ഇതൊന്നും കേട്ട് മനസ്സിലെയ്യുന്നില്ല. പുള്ളിക്കാരിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു പറഞ്ഞ് അവരെ ഇറക്കി വിടാൻ നോക്കുന്നു. അപ്പോഴേക്കും കോങ്ങിന്റെ അച്ഛൻ ഓമിന്റെ അച്ഛന്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഓമിന്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയി രണ്ടിടത്താണല്ലോ താമസിക്കുന്നത്. കോങ്ങിന്റെ അമ്മ ഓമിന്റെ അമ്മയുടെ അടുത്തേക്ക് പോയപ്പോ കോങ്ങിന്റെ അച്ഛൻ ഓമിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോയി. കോങ്ങിന് തിരക്കാണ്. ഓമിന്റെ അച്ഛൻ എനിക്കറിയില്ല, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് അവിടെ മറുപടി പറയുന്നു. അപ്പോഴേക്കും ഓമിന്റെ അമ്മയോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്നത്
വന്ന കോങ്ങിന്റെ അമ്മ നേരെ ഫ്ലൂവിന്റെ വീട്ടിലേക്ക് അന്വേഷിച്ചു പോകുന്നു. അവിടെ നിന്നും ഒന്നും അറിയാൻ പറ്റിയില്ല. പിന്നീട് ലൂക്കിന്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ നിന്നും ഒന്നും അറിയുന്നില്ല. എന്തായാലും ഇവിടെ രണ്ടും പോകുമ്പോൾ ഫ്ലൂവും ലൂക്കും അവരുടെ വീട്ടിലില്ലാന്ന് മാത്രം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാരും കൂടി ഒന്നിച്ചുണ്ടാവുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നു. എന്തായാലും അമ്മ നേരെ അമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ അകത്ത് കയറും മുന്നേ അകത്തുനിന്ന് എന്തോ ഒരു ശബ്ദം വരുന്നത് ശ്രദ്ധിക്കുന്ന അമ്മ ഒരു പക്ഷേ കോങ്ങ് തിരിച്ചു വന്നിട്ടുണ്ടാവുന്ന വലിയ സന്തോഷത്തില് അകത്തേക്ക് ചെല്ലുമ്പോൾ പക്ഷെ അവിടെ അമ്മയെ അറ്റാക്ക് ചെയ്യാനും കയ്യിലുള്ള ആ ഒരു വീഡിയോ നശിപ്പിക്കാനുമായി പോലീസുകാരും പറഞ്ഞു വിട്ട ആളുകളായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അവർ അമ്മയെ ആക്രമിക്കുകയും ഫോൺ തട്ടിപ്പറിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇതൊന്നും തന്നെ കോങ്ങിന്റെ അച്ഛനോ അറിഞ്ഞിട്ടില്ല. കോങ്ങിന്റെ അച്ഛൻ കോങ്ങിനെ അന്വേഷിച്ച് അദ്ദേഹത്തിന്റേതായ രീതിയിൽ അവിടെ എല്ലാം നടക്കുകയാണ്. അങ്ങനെ അതിനൊക്കെ ശേഷം ഏതാണ്ട് അടുത്ത ദിവസം രാവിലെയാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി വരുന്നത്. മടങ്ങി വരുമ്പോൾ വീട് മൊത്തം അലങ്കോലമാക്കിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. എന്താ സംഭവം എന്ന് മനസ്സിലാവാതെ അദ്ദേഹം നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കോങ് എത്തുന്നുണ്ട്. അവളെ കണ്ടപാടെ ഭയങ്കരമായ ദേഷ്യം അച്ഛന് വരുന്നു. കാരണം ഇവരോട് ഒന്നും പറയാതെ അവൾ ഇറങ്ങിപ്പോയതുകൊണ്ട് ഇവർ അന്വേഷിക്കാൻ പോയതാണല്ലോ. അദ്ദേഹം ഒരു വഴിക്കും അമ്മ ഒരു വഴിക്കും പോയി. ഇപ്പോൾ അമ്മയെ കാണുന്നുമില്ല. ആകെ എന്തോ ഒരു വല്ലാത്തൊരു പ്രശ്നത്തില് ആയ കണക്ക് ഉള്ളിൽ ഒരു തോന്നലുണ്ട്. നീ എന്തിനാ ഇവന്റെ കൂടെ ഒക്കെ കറങ്ങാൻ പോയെന്ന് ചോദിച്ച് അച്ഛൻ ദേഷ്യപ്പെടുമ്പോഴേക്കും കോങ്ങിനെ അച്ഛൻ വഴക്ക് പറയാതിരിക്കാനായി ഓമ ഇടയിൽ കയറാൻ നോക്കുന്നുണ്ട്. ഞാൻ അങ്കിൾ അവളെ കൂട്ടിക്കൊണ്ടുപോയത് അവളെ വഴക്ക് പറയരുതെന്ന് പറഞ്ഞു. അതിന്റെ ദേഷ്യത്തില് അച്ഛൻ അവനെ അടിക്കുമ്പോൾ അച്ഛനെ കെട്ടിപ്പിടിക്കുന്ന അവനല്ല, ഞാൻ അവനെ അന്വേഷിച്ചു പോയത്. അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. അച്ഛനും അമ്മയും പറയുന്ന കണക്ക് ഇവിടെ നിന്ന് നമുക്ക് പോവാം, അവൻ അച്ഛനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് അവൾ കെട്ടിപ്പിടിച്ച് കരയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് രണ്ട് പോലീസുകാർ വരുന്നു. അവരാകട്ടെ റോഡ് സൈഡിൽ മരിച്ചു കിടക്കുന്ന നിലയിലുള്ള കോങ്ങിന്റെ അമ്മയുടെ ഒരു ഫോട്ടോ കാണിക്കാണ്. അപ്പോഴാണ് കോങ്ങിന്റെ അമ്മ മരണപ്പെട്ടു എന്ന കാര്യം ഈ അച്ഛനും കോങ്ങും അറിയുന്നത്. അവർക്കത് താങ്ങാനാവുന്നുണ്ടായിരുന്നില്ല. കോങ്ങിനെ അന്വേഷിച്ച് പുറപ്പെട്ട ശേഷമാണ് അമ്മയ്ക്ക് ഈ അപകടം സംഭവിച്ചതെന്ന കാര്യം ഇവർക്കൊന്നും താങ്ങാനേ സാധിക്കുന്നില്ല. കോങ്ങിനും മോമിനും അച്ഛനും ഒക്കെ വല്ലാത്തൊരു നിരാശയും സങ്കടവും കുറ്റബോധവും ഒക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഇത് വലിയ വാർത്തയായി മാറുന്നു. ഈ ഒരു വാർത്ത ഓമിന്റെ അമ്മയും അച്ഛനും ഫ്ലൂവിന്റെ മുത്തശ്ശനും ലൂക്കിന്റെ അച്ഛനും ഒക്കെ കണ്ട് ആകെ ഷോക്കാവുന്നു. കാരണം ഇവർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നല്ലോ കോങ്ങിന്റെ അമ്മ. ശേഷം എന്ത് സംഭവിക്കും എന്നത് നമുക്ക് ഈ ഡ്രാമയുടെ അടുത്ത എപ്പിസോഡിലൂടെ കാണാം. മിക്കവാറും അടുത്ത എപ്പിസോഡില് ഡ്രാമ അവസാനിക്കുന്നതാണ്. അപ്പൊ കൂട്ടുകാര് ഫൈനൽ എപ്പിസോഡ് മിസ്സാക്കാതെ കാണണേ. ഇതിനുശേഷം നമ്മൾ പുതിയൊരു ഡ്രാമയുമായി എത്രയും പെട്ടെന്ന് ചാനലിൽ വരുന്നതുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.